ഓക്കെ, നമുക്ക് നിങ്ങളുടെ മെറ്റീരിയലിലെ 14ാമത്തെ ചാപ്റ്ററായ ഫസ്റ്റ് ഇയറിലെ 14ാമത്തെ ചാപ്റ്റർ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ വേവ്സിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള PDF ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് PDF ഒന്നുകൂടി വായിച്ചു നോക്കാം. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, വേവ്സിന്റെ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. തുടക്കത്തിലുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ എന്ത് ചെയ്യില്ല, അത് പറയുന്നില്ല. ഓക്കെ, ഇനി നോക്കൂ, മെക്കാനിക്കൽ വേവ്സ് എന്താണെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. മെക്കാനിക്കൽ വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കേ. ഓൺ ദ ബേസിസ് ഓഫ് മോഷൻ ഓഫ് മീഡിയം പാർട്ടിക്കിൾസ്. മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുന്ന വേവ്സ് ആണ് മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ, അതിലൊരു മെറ്റീരിയൽ മീഡിയം വേണം പ്രൊപ്പഗേറ്റ് ചെയ്യുവാൻ. അപ്പോ മീഡിയം ഓഫ് പാർട്ടിക്കിൾസ്, മീഡിയത്തിന്റെ ബേസിസിൽ അല്ലെങ്കിൽ മോഷൻ ഓഫ് മീഡിയം പാർട്ടിക്കിൾസിന്റെ ബേസിസിൽ രണ്ട് രീതിയിൽ അതിനെ തരംതിരിച്ചിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് വേവുകളെന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകളെന്നും. ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലറായി പാർട്ടിക്കിൾസ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്വേഴ്സ് വേവുകളെന്നും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലലായാണ് ഓസിലേഷൻ നടക്കുന്നതെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾ എന്നും പറയും. ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. ലോഞ്ചിറ്റ്യൂഡിനൽ സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, എന്നാൽ ലൈറ്റ് വേവോ അത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, ഇനി നോക്കി, എനർജി പ്രൊപ്പഗേഷന്റെ അടിസ്ഥാനത്തിൽ രണ്ട് തരം രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കി, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ക്ലാസിഫിക്കേഷൻ നടക്കുകയാണ്. നമുക്ക് എന്ത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രോഗ്രസീവ് വേവ് നോക്കിക്കേ. എന്താണ് പ്രോഗ്രസീവ് വേവ്സ്? പ്രോഗ്രസീവ് വേവ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഒരു ഡെഫിനിറ്റ് വെലോസിറ്റിയോടുകൂടി ഒരു മെറ്റീരിയൽ മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സ് ആണ് എന്ത്? പ്രോഗ്രസീവ് വേവ്സ്. പ്രോഗ്രഷൻ എന്ന് പറയുന്ന പോലെ എങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നു. അപ്പൊ എനർജി എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നോക്കിക്കേ, സ്റ്റേഷനറി വേവ് എന്താണ്? ഒരു മീഡിയത്തിന്റെ രണ്ട് ബൗണ്ടറികൾക്ക് ചുറ്റും കൺഫൈൻഡ് ആയിരിക്കുന്ന സ്റ്റേഷനറി ആയിരിക്കുന്ന വേവുകളാണ് സ്റ്റേഷനറി വേവുകൾ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കാവുന്നതാണ്. ഇനി നോക്കിക്കേ, വേവ് മോഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് പറയാൻ പോകുന്നത്. വേവ് ലെങ്ത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഡ്യൂറിംഗ് എ ടൈം എ മീഡിയം പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ് വൺ വൈബ്രേഷൻ. അല്ലെങ്കിൽ നോക്കൂ, നോക്കൂ, ഇവിടെ എന്താണ് ഈ ഒരു എന്താണ് പിക്ചറിൽ നിന്നും വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേറ്റ് ആയ ക്രിസ്റ്റുകൾ തമ്മിലോ ഓൾട്ടർനേറ്റ് ആയ ട്രഫുകൾ തമ്മിലോ ഉള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആംഗുലർ ഫ്രീക്വൻസി. ഈ ഇക്വേഷനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ = 2π/ν. ഇനി നോക്കിക്കേ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് K, അതിന്റെ ഇക്വേഷൻ 2π/λ. ഇതൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, നമുക്ക് സമയപരിമിതി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി നോക്കിയേ, വേവ് വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റേഷ്യോ നോക്കിയേ. വെലോസിറ്റി സമം ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഇത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു λ/t. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ വേവ് ലെങ്ത് ആണ്. ന്യൂ എങ്ങനെ 1/t ആയി? ന്യൂ ഈസ് ഈക്വൽ ടു 1/t ആണ്, നിങ്ങൾക്കറിയാം. t ടൈം പീരീഡ് ആണ്. ഓക്കെ, ഇതിന് വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ഒമേഗ. ഈ t യെ നമുക്ക് 2π/ω എഴുതാം. മുകളിൽ ഇങ്ങനെ തിരിച്ചെഴുതിയിരിക്കുകയാണ്. അപ്പൊ λ/ω/2π എന്ന് വെച്ചാൽ ω/k. നോക്കിക്കേ, k 2π/λ ഇല്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. മുകളിൽ പറഞ്ഞ ഇക്വേഷനുകൾ ഒന്നുകൂടി നോക്കിയാൽ മതി. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ വേവ് പ്രൊപ്പഗേഷൻ, അതും നോക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഒരു വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നോക്കിക്കേ, ജനറൽ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ്. ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിന്റെ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക പ്ലെയിനിൽ കൺഫൈൻ ചെയ്തിരിക്കുന്നു. പ്രോഗ്രസീവ് വേവ് ആണ്, കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നു, എനർജി കണ്ടിന്യൂസ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ആണ് അതായി പറഞ്ഞിരിക്കുന്നത്. yxt, ജനറൽ ഇക്വേഷൻ y of xt is equal to a sin ωt minus kx plus phi. ഓക്കെ, ഇതിന്റെ വ്യത്യസ്ത ഫോമുകൾ നിങ്ങൾ അറിയണം. വ്യത്യസ്ത ഫോമുകൾ a sin ωt minus kx. ഓക്കെ, ഇനിഷ്യൽ ഫേസ്. ഈ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ ഫേസ് ആണ്, നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വ്യത്യസ്ത ഫോമുകൾ നിങ്ങൾ നോക്കി. a sin ωt minus kx, ωt minus k ക്ക് പകരം 2π/λ കൊടുക്കുന്നു. നോക്കിക്കേ, പിന്നെ എന്ത് കൊടുക്കുന്നു? ഓരോ രീതിയിലുള്ള മോഡിഫിക്കേഷനുകൾ ഇതിനകത്ത് വരുത്തുകയാണ്. 2π, t ഒമേഗയ്ക്ക് 2π/t എന്ന് കൊടുക്കുന്നു. ആ 2π കോമൺ എടുത്താൽ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി
ഈ എന്ത് ചെയ്യാം, ഒരു ടീം കൂടി കോമൺ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ അതൊക്കെ വ്യത്യസ്തമായ എന്താണ് ഇക്വേഷനുകളാണ്. അത് കൂടുതൽ നമ്മൾ വിശദീകരിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് കോമൺ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ ഇത് പറ്റുമെങ്കിൽ ഒറ്റ ഇക്വേഷൻ പഠിച്ചിട്ട് ബാക്കി മോഡിഫൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ, ഇഫ് ദ സൈൻ ബിറ്റ്വീൻ ടി ആൻഡ് ദി എക്സ് ടേംസ് ഈസ് നെഗറ്റീവ്, ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോൺ പോസിറ്റീവ് എക്സ് ആക്സിസ്. ഇഫ് ദ സൈൻ ഈസ് പോസിറ്റീവ് ദെൻ ദ വേവ് മൂവ്സ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതായത് ടിയും എക്സും തമ്മിലുള്ള ടേംസ് ഈ സൈന് പോസിറ്റീവ് ആയാൽ, ഇത് ആയാൽ അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ആയാൽ പോസിറ്റീവ് എക്സ് ആക്സിസിലൂടെ പോകുന്ന ഒരു വേവാണ്, പോസിറ്റീവ് ആയാലോ നെഗറ്റീവ് എക്സ് ആക്സിസിലൂടെ പോകുന്ന ഒരു വേവാണ്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ 4ാമത്തെ പോയിന്റ് ആണ് ഈ പറയുന്നത്. നോക്കൂ, ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ അതുപോലെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ്, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇപ്പൊ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഫൈ, അതായത് ഫേസുകൾ തമ്മിലുള്ള വ്യത്യാസം. അത് നോക്കിക്കേ, പാത്ത് ഡിഫറൻസുമായി ലിങ്ക് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഡെൽറ്റ ഫൈ ഇസിക്കൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയില്ല, നിങ്ങൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ടതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾസിന്റെ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ, അതായത് ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും. അതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവുകളുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഇതായി പറഞ്ഞിരിക്കുന്നത്. v is equal to √T/μ. T എന്താണ്, ടെൻഷൻ ഇൻ ദ സ്ട്രിങ്, മ്യൂ ലീനിയർ മാസ് ഡെൻസിറ്റി. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, കാണാതെ പഠിച്ചു വെക്കുക. ഇതിന്റെ കുറച്ച് മോഡിഫിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് എന്ത് ചെയ്യാം, ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും ഉണ്ട്, മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസും ഉണ്ട്. അത് നമുക്ക് ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായി എന്ത് ചെയ്യാം, പറയാവുന്നതാണ്. ഇനി നോക്കിക്കേ, ഒരു ബൾക്ക് സോളിഡിൽ ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി എത്രയാണ്, η/ρ. ഈറ്റ മോഡുലസ് ഓഫ് റിജിഡിറ്റിയും റോ ഡെൻസിറ്റിയുമാണ്. അതുപോലെ ലോഞ്ചിറ്റ്യൂഡനൽ വേവുകളുടെ ഇക്വേഷൻ ഫോർ എ സോളിഡ് ഇൻ ദ ഫോം ഓഫ് എ തിക് വയർ ഓർ തിൻ റോഡ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ഇക്വേഷൻ നോക്കി, v is equal to √y/ρ. y യങ്സ് മോഡുലസും റോ ഡെൻസിറ്റിയുമാണ്. അതുപോലെ ഒരു ഗ്യാസിലെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിലെ അല്ലെങ്കിൽ ഗ്യാസിലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ സ്പീഡിന്റെ ഇക്വേഷനാണ്, വെലോസിറ്റിയുടെ ഇക്വേഷനാണ് v is equal to √b/ρ. b ബൾക്ക് മോഡുലസും റോ ഡെൻസിറ്റിയുമാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതും കൂടി ഒന്ന് അറിയുക. ഇൻ ഗ്യാസ് സ്പീഡ് ഓഫ് സൗണ്ട് നോക്കിയേ, വി സൗണ്ടിന്റെ സ്പീഡ് √ρ ഗാമ p/ρ. അതിന്റെ v RMSന്റെ ഇക്വേഷൻ √3p/ρ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മൾ പിന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ചാപ്റ്റർ എന്നല്ല, കൈനറ്റിക് തിയറി എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ന്യൂട്ടൺസ് ഫോർമുല നോക്കുക. വെലോസിറ്റി ഓഫ് സൗണ്ട് എന്താണ്, √p/ρ. പ്രഷർ ഓഫ് ഗ്യാസ്, P പ്രഷർ ഓഫ് ഗ്യാസ് ആണ്, റോ ഡെൻസിറ്റി ആണ്. ഇതാണ് ന്യൂട്ടൺസ് ഫോർമുല, v സൗണ്ട് ഈക്വൽ ടു. ഇനി നോക്കി, ന്യൂട്ടൺ ലാപ്ലേസ് അതിനെ കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ്, ഗാമ ഇൻറ്റു p/ρ എന്നാക്കി. ഗാമ, കാര്യം ന്യൂട്ടന്റെ ഫോർമുലയിൽ നിന്നും സൗണ്ടിന്റെ വെലോസിറ്റി വളരെ കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, എക്സ്പെരിമെന്റലി ഒബ്സർവ്ഡിനേക്കാൾ കുറവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ലാപ്ലേസ് എന്ത് ചെയ്തു, അതിനെ കറക്റ്റ് ചെയ്തതായി ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ, എന്താണ്, ഗാമ p/ρ. ഓക്കെ, അതുപോലെ ഇക്കോ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ടിനെയാണ് നിങ്ങൾ ഇക്കോ എന്ന് പറയുന്നത്. നോക്കൂ, റിഫ്ലക്ടറും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ, നോക്കൂ, ഇത് സോഴ്സ് ആണ്, ഇത് റിഫ്ലക്ടർ ആണ്, ഇവ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ് എങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കും, നോക്കൂ, ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ, അതായത് ഇവിടെ പോയി ഇവിടെ വരാൻ എടുത്ത ഡിസ്റ്റൻസ് 2d ആണ്. അത് സൗണ്ടിന്റെ വെലോസിറ്റി അല്ലേ, സൗണ്ടിന്റെ വെലോസിറ്റിയിലാണ് പോയി തിരിച്ചു വരാൻ എടുത്ത സമയം t ആണ് എങ്കിൽ 2d = vt എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളും നോക്കുക. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, രണ്ട് ഡിസ്പ്ലേസ്മെന്റുകൾ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഒരു വേവിന്റെ അല്ലെങ്കിൽ രണ്ട് വേവുകളുടെ ഡിസ്പ്ലേസ്മെന്റുകളുടെ ഇക്വേഷൻ y1 y2 അല്ലെങ്കിൽ എക്സെട്ര അങ്ങനെ പോകുന്നു എങ്കിൽ ഒരു പ്രത്യേക ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ ഈ വേവുകൾ ഒരുമിച്ച് എന്ത് ചെയ്യുകയാണ്, ആക്ട് ചെയ്യുകയാണെങ്കിൽ, സൂപ്പർ പോസ് ചെയ്യുകയാണെങ്കിൽ അവയുടെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനാണ് y = y1 + y2. ഓക്കെ, അതറിയുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്റർഫറൻസ് ഓഫ് വേവ്സ്. ഇന്റർഫറൻസ് അതായത് സൂപ്പർ പൊസിഷൻ തന്നെ അതിന്റെ ഒരു സിംപ്ലസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്റർഫറൻസ്. നോക്കൂ, ഇതിൽ എന്താണ് സംഭവിക്കുക, രണ്ട് വേവുകൾ ഒരേ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരേ വേവ് ലെങ്ത് ഉള്ള
രണ്ട് വേവുകൾ എന്ത് ചെയ്യുക, ഒരേ പാത്തിലൂടെ പോവുകയാണെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും എങ്കിൽ അവയുടെ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനാണ് ഇതായി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ നോക്കി. എ ആംപ്ലിറ്റ്യൂഡാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്, ഇത് പഠിച്ചു വെക്കുക. എ ഈസ് ഈക്വൽ ടു A1² + A2² + 2A1A2 cos phi. ഓക്കെ, സോറി, ഓക്കെ, ഇങ്ങനെയും പറയാം. ആംപ്ലിറ്റ്യൂഡ് നോക്കി, ഇത് ആംപ്ലിറ്റ്യൂഡിന്റെയാണ്. ഇനി നോക്കി, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ഇന്റൻസിറ്റി എന്ന് വിളിക്കാം. നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക? രണ്ട് വേവുകൾ സൂപ്പർപോസ് ചെയ്യുമ്പോൾ അവയുടെ ഇന്റൻസിറ്റികൾ I1 ഉം I2 ആണെങ്കിൽ അവയുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എത്രയായിരിക്കും? I = I1 + I2 ± 2O × √I1I2 cos phi. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആംപ്ലിറ്റ്യൂഡിന്റെയും ഇന്റൻസിറ്റിയുടെയും ഈ ഫോർമുല. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സ്റ്റാൻഡിംഗ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ്. നോക്കിയേ, ഒരു പ്രോഗ്രസീവ് വേവ് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ പോകുന്നു, ഒരു ബൗണ്ടറിയിൽ തട്ടി. നോക്കി, ഇവിടെ നിന്ന് പോകുന്നു, ഇവിടെ നിന്ന് പോയി ഈ ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് വേവുകളും സൂപ്പർപോസ് ചെയ്ത് ഉണ്ടാകുന്നതാണ് എന്ത്? സ്റ്റാൻഡിംഗ് വേവുകൾ അല്ലെങ്കിൽ സ്റ്റേഷനറി വേവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, റിസൾട്ട് അതായത് ഇവിടെ പ്രോഗ്രസീവ് വേവ് പോയി റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വന്ന് ഉണ്ടാകുന്ന സാധനം എന്താണ്? സ്റ്റേഷനറി വേവ് ആണ്, അത് പ്രോഗ്രസീവ് വേവ് അല്ല. ഓക്കെ, അതാണ് സ്റ്റേഷനറി വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നോഡുകൾ എന്താണ്? ആന്റി നോഡുകൾ എന്താണ്? നോഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിഗറിലൂടെ മനസ്സിലാവും. നമ്മൾ തൊട്ടടുത്തുള്ള പോർഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോഡുകൾ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എല്ലാ സമയത്തും 0 ആകുന്ന പോയിന്റ് ആണ് നോഡുകൾ എന്ന് പറയുന്നത്. നോഡുകൾ. ഓക്കെ, ഇനി രണ്ട് നോഡുകൾ തമ്മിലുള്ള, രണ്ട് അടുത്തടുത്തുള്ള സക്സസീവ് ആയിട്ടുള്ള നോഡുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ λ/2 ആണ്. നോക്കിയേ, ഇതാണ് നോഡുകൾ. രണ്ട് നോഡുകൾ തമ്മിലുള്ള സക്സസീവ് ദൂരം എത്രയാണ്? λ/2 ആണ്. ഇത് എന്താണ്? ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയും. കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഇത് പെട്ടെന്ന് നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ നോഡുകൾ എന്താണ്? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് 0 ആയ പോയിന്റുകളാണ് നോഡുകൾ. നോക്കി, ഇതൊരു നോഡാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, എന്നാൽ ആന്റി നോഡുകളിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ആന്റി നോഡുകൾ എന്താണ്? നോഡുകൾക്കിടയിൽ കാണപ്പെടുന്നതാണ് ആന്റി നോഡുകൾ. ഓക്കെ, അപ്പൊ രണ്ട് സക്സസീവായ ആന്റി നോഡുകൾ തമ്മിലുള്ള ദൂരവും ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? λ/2 ആണ്. എന്നാൽ ഒരു നോഡും ഒരു ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസോ, ഒരു നോഡും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസോ, അത് λ/4 ആണ്. ഓക്കെ, λ/4 ആണ്. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സ്റ്റേഷനറി വേവ്സ് ഓൺ എ സ്ട്രിങ്. ഓക്കെ, ലെങ്ത് L ഉള്ള ഒരു സ്ട്രിങ്. നോക്കൂ, സ്ട്രിങ്ങിന്റെ ലെങ്ത് L ആണ്. രണ്ട് ഫിക്സഡ് പോയിന്റുകൾക്ക് എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്തിരിക്കുന്നു. അതിന്റെ ടെൻഷൻ T ആണ്. ട്രാൻസ്വേഴ്സ് വേവുകൾ നോക്കൂ, അതിനകത്ത് കാര്യം നമ്മൾ ഈ സ്ട്രിങ്ങിനെ ഒന്ന് പ്ലക്ക് ചെയ്ത് വിട്ടാൽ എന്താണ്? അത് എന്ത് ചെയ്യും? ഓസിലേഷൻ നടക്കും ഈ പാർട്ടിക്കിൾസ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റി നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. √T/μ. T ടെൻഷനാണ്, μ മാസ് പെർ ലെങ്ത്. ഇനി നോക്കൂ, ഈ വേവ് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയ ശേഷം എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പൊ നോക്കി, ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു സ്റ്റേഷനറി വേവ് ഫോം ചെയ്യുന്നു. എങ്ങനെ? ഈ ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും കൂടി സൂപ്പർ ഇമ്പോസ് ചെയ്ത് സ്റ്റേഷനറി വേവ് ഫോം ചെയ്യുന്നു. ഓക്കെ, നോക്കിക്കൂ, ഈ രണ്ട് പോയിന്റുകളിൽ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്, അതിനെ നോഡുകൾ എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കൂ, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്, അതിനെ ആന്റി നോഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിന്റെ ലെങ്തിന്റെ ഫോർമുല എന്താണ്? നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചാണ്, λ/2 ആണ്. λ1/2. എന്തുകൊണ്ടാണ് λ1/2 എന്ന് പറയുന്നത്? ഇവിടെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, λ1നെ അല്ലെങ്കിൽ λയെ നമ്മൾ λ1 നോക്കൂ. ഓക്കെ, അപ്പൊ ഇതില് ഫിഗർ എ കൺസിഡർ ചെയ്തേ. ഫിഗർ എ, അപ്പൊ നോക്കി, ഒരു ആന്റി നോഡും സെന്ററിൽ. ഓക്കെ, അപ്പോ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്ന എത്ര സെഗ്മെന്റുകളായിട്ടാണ്? ഒറ്റ സെഗ്മെന്റ് അല്ലേ ഉള്ളൂ, ഒറ്റ സെഗ്മെന്റേ ഇവിടെ ഉള്ളൂ. പക്ഷെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, ഒറ്റ സെഗ്മെന്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സ്ട്രിങ്ങിന്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു λ1/2. λ1/2 എന്തുകൊണ്ടാണ്? ഇതിന്റെ ഫുൾ വേവ് ലെങ്ത് ആയോ? ഇല്ല, അതിന്റെ പകുതി. കാര്യം ഇത് എന്താണ്? ഫുൾ വേവ് ലെങ്ത് അല്ല. ഓക്കെ, അപ്പൊ λ1/2 ആണ്. λ1/2. അപ്പൊ ദാറ്റ് ഈസ് λ1 ഈസ് ഈക്വൽ ടു എത്ര? 2L എന്ന് എഴുതാം. അപ്പൊ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാണ്? ന്യൂ ഈസ് ഈക്വൽ ടു വി, വെലോസിറ്റി ഡിവൈഡഡ് ബൈ λ. അങ്ങനെയല്ലേ ആ ഇക്വേഷൻ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2L × √T/p. എത്രയാണ്? ഒറ്റ സെഗ്മെന്റേ ഉള്ളൂ. അപ്പോഴാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ശ്രദ്ധിക്കണം,
ഇവിടെ എന്തുകൊണ്ടാണ് 1 കൊടുത്തത്? ജനറൽ അല്ല, ഒറ്റ സെഗ്മെന്റേ ഉള്ളൂ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കുന്നത്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് എന്ന് വിളിക്കുന്നു. ഇനി നോക്കിക്കേ, ഈ സ്ട്രിങ് 2 സെഗ്മെന്റിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. നോക്കിക്കേ, രണ്ടാമത്തെ പിക്ചർ ബി നോക്കിക്കേ, 2 സെഗ്മെന്റിലാണ് ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അവിടെയുള്ള വേവ് ലെങ്ത് ലാംഡയാണ് എങ്കിൽ ഫ്രീക്വൻസി എങ്ങനെ എഴുതാം? v ബൈ ലാംഡ 2 എന്ന് എഴുതാം. v ബൈ ലാംഡ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അപ്പം v ബൈ ലാംഡ 2 ഈസ് ഈക്വൽ ടു 1 ബൈ എൽ ഇൻറ്റു ടി ബൈ മ്യൂ. എന്തുകൊണ്ടാണ് ഇവിടെ എൽ എന്ന് വന്നത്? യഥാർത്ഥത്തിൽ നോക്കി, യഥാർത്ഥത്തിലുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 1 ബൈ 2l ആണ്. ഇൻറ്റു നോക്കൂ, ഇവിടെയുള്ള വേവ് ലെങ്തിന്റെ പകുതിയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെയുള്ള ലെങ്തിന്റെ പകുതിയെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുവെങ്കിൽ 2l ഇൻറ്റു 1 ബൈ 2. അപ്പൊ ആ 2 ക്യാൻസൽ ചെയ്താണ് എന്ത് ഇവിടെ l എന്ന് വന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയി പറയണമെന്നുണ്ട്. എന്താണ്, വളരെ സ്പീഡിന് പറയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്ലിയർ ആവാത്ത. ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, എളുപ്പമാണ്. ഓക്കെ, അപ്പോ 2 സെഗ്മെന്റിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ν2 ഇസിക്കൽ ടു v ബൈ ലാംഡ 2 ഇസിക്കൽ ടു 1 ബൈ എൽ ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ദാറ്റ് ഇസിക്കൽ ടു 2 ഇൻറ്റു ν1. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്. ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക്. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ν1. അപ്പൊ ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് എത്രയാണ് ഫ്രീക്വൻസി? അത് 2ν1 ആണ്. അതുപോലെ 3 സെഗ്മെന്റിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തിരിച്ചു വരും. എങ്ങനെ? 3 ലാംഡ 3 ബൈ 2 അല്ലെങ്കിൽ ν3 ഇസിക്കൽ ടു v ബൈ ലാംഡ 3 3ν1. ഇതാണ് സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ അല്ലെങ്കിൽ തേർഡ് ഹാർമോണിക്. ഇനി നോക്കിക്കേ, ഇനി ഇത് ജനറലൈസ് ചെയ്ത് പറയാം. ഇത് ഇനി സ്ട്രിംഗ് പി സെഗ്മെന്റുകളിൽ വൈബ്രേറ്റ് ചെയ്യുമെങ്കിൽ എത്രയാണ്? പീത്ത് ഫ്രീക്വൻസി എത്രയായിരിക്കും? p ബൈ 2l ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ പീത്ത് ഹാർമോണിക് എന്നാണ് കേട്ടോ. പീത്ത് ഹാർമോണിക് എത്രയാണ്? p ബൈ 2l ഇൻറ്റു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ ദാറ്റ് ഇസ് ഇക്വൽ ടു p ഇൻറ്റു ν1. ν1 എന്നാൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ആണ്. ഇനി നോക്കിക്കേ, അപ്പൊ എല്ലാ ഹാർമോണിക്കുകളുടെ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ആദ്യം ν1 2ν1 3ν1 അങ്ങനെയല്ലേ? അപ്പൊ റേഷ്യോ എത്രയായിരിക്കും? 1:2:3:4 ആയിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ സ്റ്റാൻഡിംഗ് വേവ് എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഓപ്പൺ ഓർഗൻ പൈപ്പിലാണ്. ഓപ്പൺ ഓർഗൻ പൈപ്പ്. ഓക്കെ, ഒരു ഓർഗൻ പൈപ്പ് നോക്കൂ, 2 സ്ഥലത്തും ഓപ്പൺ ആണ് എങ്കിൽ എങ്ങനെയായിരിക്കും സ്റ്റേഷനറി വേവുകൾ ഫോം ചെയ്യുക? ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇവിടെ എങ്ങനെയാണ്? ഇതിലെ ഫസ്റ്റ് ഹാർമോണിക് നോക്കി, ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ഇവിടെ ഒരു നോഡും 2 ആന്റി നോഡുകളുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, L is equal to ലാംഡ 1 by 2. ഇനി നോക്കിക്കേ, സെക്കൻഡ് ഹാർമോണിക് നോക്കൂ, 2 നോഡുകൾ 3 ആന്റി നോഡുകൾ. L is equal to എത്ര? ലാംഡ 2 ആണ്. ഇനി ഇവിടെയോ? ഇവിടെയുള്ള എണ്ണവും നിങ്ങൾക്ക് നോക്കാവുന്ന. അപ്പോൾ നോക്കൂ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാണ്? ν1 ഇസിക്കൽ ടു v ബൈ ലാംഡ 1 അല്ലെങ്കിൽ v ബൈ 2l. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. അപ്പോ എല്ലാ ഹാർമോണിക്കുകളും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:2:3:4 ആണ്. എങ്കിൽ പീത്ത് ഹാർമോണിക്കിന്റെ ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. p ഇസിക്കൽ ടു p ഇൻറ്റു ν1 pv ബൈ 2l. അപ്പോ ഓപ്പൺ ഓർഗൻ പൈപ്പിൽ ഇങ്ങനെയാണ്. ഇത് പഠിച്ചു വെക്കുക. ഇത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, ഓപ്പൺ ഓർഗൻ പൈപ്പിൽ ഇങ്ങനെയാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി നോക്കിക്കോ, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ്, തേർഡ്. അപ്പൊ നോക്കിക്കേ, ഫണ്ടമെന്റൽ നോഡിന്റെ ഫോർമുലയാണ് ലാംഡ 1/4. L ഈക്വൽ ടു ലാംഡ 1/4 ആണ്. 1/4 ഉള്ളൂ. നോക്കൂ, ശ്രദ്ധിച്ചറിയാം. അപ്പൊ ലാംഡ 1 ഈസ് ഈക്വൽ ടു എത്ര? 4l. ഇത് ഫണ്ടമെന്റൽ ആണ്. അപ്പൊ ഫസ്റ്റ് ഹാർമോണിക്കിന്റെ ഫ്രീക്വൻസി എത്രയാണ്? നോക്കിക്കോ, ν1 ഈസ് ഈക്വൽ ടു v ബൈ ലാംഡ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ലാംഡ 1 ഈക്വൽ ടു 4l. v പ്ലസ് അല്ലേ കേട്ടോ, v ബൈ ലാംഡ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു v ബൈ 4l ആണ്. v ബൈ 4l. ഓക്കെ, സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ലെങ്ത് എല്ലുള്ള ഒരു പൈപ്പിൽ ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാണോ അതിന്റെ ഹാഫ് ആണ് ഓപ്പൺ പൈപ്പിൽ ഉള്ളത്. ഓപ്പൺ പൈപ്പിൽ ഉള്ളതിന്റെ ഹാഫ് ആണ് ക്ലോസ്ഡ് പൈപ്പിൽ ഉള്ളത്. അങ്ങനെയാണ് കേട്ടോ, ഓപ്പൺ പൈപ്പിൽ ഉള്ളതിന്റെ ഹാഫ് ആണ്. ഓക്കെ, അപ്പോ അടുത്തത്
റെസൊണൻസ് ട്യൂബ് മെത്തേഡ് നിങ്ങൾ ചിലപ്പോൾ എക്സ്പെരിമെന്റിൽ കണ്ടിട്ടുണ്ടാവും. റെസൊണൻസ് ട്യൂബ് മെത്തേഡ് ഇതെന്താണ്? ഇത് നോക്കൂ, ഒരു റെസൊണൻസ് കോളം ഉണ്ട്, ഒരു ക്ലോസ്ഡ് എയർ കോളം ഉണ്ട്, ക്ലോസ്ഡ് എയർ കോളം. അതിൽ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? സൗണ്ടിന്റെ സ്പീഡ് മെഷർ ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുകയാണ്. എങ്ങനെ? ഒരു ട്യൂണിംഗ് ഫോർക്കിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ട് വേവ് റെസൊണൻസിലാകുമ്പോൾ അത് ഉപയോഗിച്ച്, ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സൗണ്ടിന്റെ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുകയാണ്. ഇത് കൂടുതൽ നമ്മൾ പറയുന്നില്ല. L1ഉം L2ഉം ഫസ്റ്റും സെക്കൻഡും റെസൊണൻസുകളുടെ സമയത്ത് ഉള്ള ലെങ്തുകളാണ്, എയർ കോളത്തിന്റെ ലെങ്തുകളാണ് എങ്കിൽ L1 = λ/4ഉം L2 = 3 λ/4ഉമാണ്. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ സ്പീഡിന് പറഞ്ഞു പോവുകയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എങ്കിൽ സ്പീഡ് ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക. സ്പീഡ് ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ V = എത്ര? ന്യൂ ലാംഡ = 2 ന്യൂ ഇൻറ്റു L2 - L1. ഇത് ഫസ്റ്റ് റെസൊണൻസ് ലെങ്തും സെക്കൻഡ് റെസൊണൻസ് ലെങ്തും. ഓക്കെ, ന്യൂ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, മറക്കരുത്. റെസൊണൻസ് ട്യൂബ് മെത്തേഡിൽ നമ്മൾ സ്പീഡ് ഓഫ് സൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഇത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.